ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 35ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അലുമിനിയം സർഫസ് ആർ ഓഫൻ അനഡൈസ്. ദിസ് മീൻസ് ദ ഡെപ്പോസിഷൻ ഓഫ് എ ലെയർ ഓഫ്. അതായത് നമുക്ക് സാധാരണ ലഭിക്കുന്ന അലുമിനിയം എന്ന് പറയുന്നത് അനഡൈസ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മുകളിൽ എന്ത് ലെയർ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അനഡൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോമിയം ഓക്സൈഡ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ അലുമിനിയം ഓക്സൈഡ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ നിക്കൽ ഓക്സൈഡ് ആണ്. നാലാമത്തെ ഓപ്ഷൻ സിങ്ക് ഓക്സൈഡ് ആണ്. സോ അപ്പോൾ എന്താണ് അലുമിനിയത്തെ അനോഡൈസ് ചെയ്യുക എന്നുള്ള പ്രക്രിയ? നാച്ചുറലി അലുമിനിയത്തിൻ്റെ സർഫസിന് മുകളിൽ ഒരു അലുമിനിയം ഓക്സൈഡ് ലെയർ കാണപ്പെടുന്നുണ്ട്. ഈ അലുമിനിയം ഓക്സൈഡ് ലെയറിനെ കട്ടി കൂട്ടുക അല്ലെങ്കിൽ അതിനെ തിക്കൻ ചെയ്യുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിനെയാണ് അനോഡൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അലുമിനിയത്തിൻ്റെ പുറത്ത് കാണുന്ന അലുമിനിയം ഓക്സൈഡിൻ്റെ കട്ടി കൂട്ടുക. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? അലുമിനിയത്തിൻ്റെ മുകളിൽ ഡെപ്പോസിഷൻ ഓഫ് അലുമിനിയം ഓക്സൈഡിനെയാണ് നമ്മൾ അനഡൈസിങ് ഓഫ് അലുമിനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ബി അലുമിനിയം ഓക്സൈഡ് ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഹാർഡ് വാട്ടർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ. അതായത് നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഹാർഡ് വാട്ടർ എന്തിനെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് പറയുന്നത് ഡ്രിങ്കിങ് ആണ്, കുടിവെള്ളത്തിൻ്റെ പർപ്പസിനായി. രണ്ടാമത് പറയുന്നത് വാഷിംഗ് ക്ലോത്ത്സ് വിത്ത് സോപ്പാണ് പറയുന്നത്, ഡിറ്റർജൻസ് അല്ല സോപ്പ്. മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് യൂസിങ് ബോയിലേഴ്സിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നാലാമത്തേട്ട് ഇറിഗേറ്റിംഗ് ക്രോപ്സ്, നമുക്ക് ഈ നമ്മുടെ കാർഷിക മേഖലയിൽ കൃഷികളുടെയൊക്കെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് നാലാമത്തെ ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യമായി ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഡ്രിങ്കിങ്, കുടിവെള്ളത്തിൻ്റെ പർപ്പസിനായി നമുക്ക് ഹാർഡ് വാട്ടർ ഉപയോഗിക്കാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുക ഹാർഡ് വാട്ടറാണ്. അപ്പോൾ പുതിയ പല സ്റ്റഡീസൊക്കെ പറയുന്നത് ഹാർഡ് വാട്ടർ കുടിക്കുന്നത് കൊണ്ട് അതിനടങ്ങിയിരിക്കുന്ന മിനറൽസ് എല്ലാം കാരണം അതിൻ്റേതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ട് എന്ന് പുതിയ പല സ്റ്റഡികളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഹാർഡ് വാട്ടർ ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാമെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സുകളും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഹാർഡ് വാട്ടർ ഡ്രിങ്കിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഹാർഡ് വാട്ടറാണ് അവർ കുടിവെള്ളത്തിൻ്റെ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത് വാഷിംഗ് ക്ലോത്ത് വിത്ത് സോപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ഹാർഡ് വാട്ടറിനകത്ത് ഇവിടെ സോപ്പാണ് ഉപയോഗിക്കുന്നത്, ഡിറ്റർജൻ്റ് അല്ല ഉപയോഗിക്കുന്നത്. ഡിറ്റർജൻറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഹാർഡ് വാട്ടറിനകത്ത് നമുക്ക് എഫക്റ്റീവായിട്ട് ക്ലീനിങ്ങിന് ഉപയോഗിക്കാം. എന്നാൽ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഹാർഡ് വാട്ടറിനകത്ത് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ക്ലീനിങ് നടക്കുമോ? ഇല്ല. അതിന് കാരണം എന്താണ്? നമുക്ക് ഇപ്പം ഹാർഡ് വാട്ടറിനകത്ത് കാൽസ്യം അതുപോലെ തന്നെ മഗ്നീഷ്യം അയൺസ് ഒക്കെ ഉണ്ട്. ഈ അയൺസ് സോപ്പുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സ്കം പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്കം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ് എന്ന് പറയുന്നത് ഇനെഫക്റ്റീവ് ആകുകയും അതുപോലെ തന്നെ നമ്മുടെ തുണികളും ഫാബ്രിക്സിലൊക്കെ ഈ സ്കം പറ്റിപ്പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷിംഗ് ക്ലോത്ത് വിത്ത് സോപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ഹാർഡ് വാട്ടർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനിൽ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ബോയിലറുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ്. ബോയിലറുകളിൽ നമ്മൾ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വാട്ടറിനകത്ത് ഹൈ കോൺസെൻട്രേഷനകത്തുള്ള കാൽസ്യം മഗ്നീഷ്യം ഒക്കെ ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഇൻസോലുബിൾ കാർബണേറ്റ്സ് ആയിട്ട് മാറും. പിന്നീട് ഇത് സ്കെയിൽ ഡെപ്പോസിറ്റുകളായിട്ട് ബോയിലിൻ്റെ സർഫസിൽ സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോയിലറുകളിൽ ഹാർഡ് വാട്ടർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് 2 ശരി ഉത്തരം കിട്ടി. ഏതൊക്കെയാണ്? നമുക്ക് സോപ്പ് വെച്ച് വാഷ് ചെയ്യാനും സാധിക്കുകയില്ല, അതുപോലെ തന്നെ ബോയിലറുകളിൽ ഉപയോഗിക്കാനായിട്ടും സാധിക്കുകയില്ല. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇറിഗേറ്റിംഗ് ക്രോപ്സ്. അപ്പോൾ ക്രോപ്സിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോകത്ത് വിവിധ ഇടങ്ങളിലും ക്രോപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് ഹാർഡ് വാട്ടറാണ്. ജനറലി ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ക്രോപ്സിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇനി ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എക്സസീവ് ആയിട്ടുള്ള സാൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയായിട്ട് വരാതുള്ളൂ. ടിപ്പിക്കലി ഈ പറയുന്ന പോലെ സാൾട്ടിൻ്റെ കണ്ടൻറ്റ് ഹാർഡ് വാട്ടറിൽ കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറിഗേഷനകത്ത് നമുക്ക് ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നതിന് പ്രശ്നവുമില്ല.
അപ്പോൾ അതുകൊണ്ട് ഹാർഡ് വാട്ടർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എന്തിനൊക്കെ ഹാർഡ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. ഓപ്ഷൻ ആയിട്ടുള്ള 2ഉം 3ഉം അതായത് സോപ്പ് വെച്ച് ക്ലോത്ത് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ ബോയിലറിനകത്തും നമുക്ക് ഹാർഡ് വാട്ടർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 ആൻഡ് 3 ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അൻ അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ ബിക്കോസ് ദ സാൾട്ട് അണ്ടർഗോസ്. അതായത് കോപ്പർ സൾഫേറ്റിൻ്റെ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അസിഡിക് ആണ്. അതിന് കാരണം എന്താണ്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സാൾട്ട് അണ്ടർഗോസ് ഡയാലിസിസ് ആണോ, ഇലക്ട്രോളിസിസ് ആണോ, ഹൈഡ്രോളിസിസ് ആണോ, ഫോട്ടോളിസിസ് ആണോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്കിപ്പം കോപ്പർ സൾഫേറ്റ് ഉണ്ട്. കോപ്പർ സൾഫേറ്റ് നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ H2Oക്കകത്ത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് 2 അയൺസ് രൂപപ്പെടും. ഏതൊക്കെയാണ്? കോപ്പർ അയൺസും അതുപോലെ തന്നെ സൾഫേറ്റ് അയൺസും. ഇതിൽ കോപ്പർ അയൺസ് നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ H2Oയുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് CuOH എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആസിഡ് രൂപപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഒരു അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? സാൾട്ട് അണ്ടർഗോസ് എന്തുകൊണ്ടാണ് സാൾട്ട് ഹൈഡ്രോളിസിസിന് വിധേയമാകുന്നതുകൊണ്ടാണ് ഈ ഒരു അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് അസിഡിക് ആയിട്ട് മാറുന്നതിനുള്ള കാരണം. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ചോദ്യം ഇതാണ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ദ പീരിയോഡിക് ടേബിൾ ഓഫ് കെമിക്കൽ എലമെന്റ്സ്. നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഗ്രാജുവലി ഡിക്രീസ് അലോങ് എ പീരിയഡ്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പീരീഡിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും അത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുമെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ എ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ് ആസ് ദ ആറ്റോമിക് വെയിറ്റ് ഡിക്രീസസ്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ എ ഗീവൻ പീരിയഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസസ് അത് ആറ്റോമിക് നമ്പർ ഇൻക്രീസസ്. നമുക്കൊരു പീരിയഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി തെറ്റെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഗ്രാജുവലി ഡിക്രീസ് അലോങ് എ പീരീഡ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതിന് കാരണം അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം നമ്മളൊരു പീരീഡിൽ മുന്നോട്ട് പോകും തോറും അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് കൂടി വരും. ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിലേക്ക് പുള്ള് ചെയ്യുന്ന ആ ഒരു ഫോഴ്സും കൂടി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് നമ്മുടെ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ എനർജി നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പീരീഡിൽ മുന്നോട്ട് പോകും തോറും അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇൻ എ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ് ആസ് ദ ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബിക്കോസ് നമ്മളൊരു ഗ്രൂപ്പിൽ നമ്മൾ താഴത്തേക്ക് പോകും തോറും ഇലക്ട്രോൺ അഫിനിറ്റി അത് ഡിക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് ന്യൂക്ലിയസിൽ നിന്നും ഫർദർ എവേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അട്രാക്ഷൻ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ എ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ് ആസ് ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസസ്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴത്തേക്ക് പോകും തോറും അതിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റി കുറഞ്ഞു വന്നുകൊണ്ട് ഇരിക്കും. കാരണം എന്താണ്? ആറ്റോമിക് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആറ്റം പിന്നീട് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും ഫർദർ എവേ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇൻ എ ഗീവൻ പീരിയഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസസ് ആസ് ദ ആറ്റോമിക് നമ്പർ ഇൻക്രീസസ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതിന് കാരണം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമ്മളൊരു പീരീഡ് എടുക്കുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുകയും ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്.
സോ അപ്പോൾ ഡിക്രീസ് ചെയ്യുക എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്, ടു ഓൺലി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്.